A4 ഷീറ്റ് വേണം. പിന്നെ നമുക്ക് എത്ര സൈസിലാണ് വേണ്ടത്? അപ്പോൾ ഒരു കാർഡ്ബോർഡ് ഞാനൊരു സൈസിന് അല്ലെങ്കിൽ ഞാനൊരു കാർഡ്ബോർഡ് എടുത്തു. പിന്നെ നമുക്ക് ഗ്ലൂ വേണം. പിന്നെ കുറച്ച് വാഷി ടേപ്പാണ് നമുക്ക് അലങ്കാരത്തിന്. പിന്നെ ഒരു പെൻസിൽ, പിന്നെ കത്രി, 2 കത്രി എടുത്തുവെച്ചത്. പിന്നെ ഒരു മാർക്കർ, ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. സ്റ്റാർ. പിന്നെ ഇത് നമ്മളൊരു മുറിഞ്ഞ ഒരു നോട്ട്ബുക്കാണ്. അങ്ങനെയാണ് നമ്മുടെ നോട്ട്ബുക്ക്. നിങ്ങൾക്ക് സൈസ് എത്ര വേണ്ട ആ സൈസിൽ നിങ്ങൾക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ ഒരു A4 ഉണ്ടാവുക, നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കി വെക്കാം. കറക്റ്റ് അളവാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി അങ്ങോട്ട് മടക്കാം. ഇത് കറക്റ്റ് അളവ് തന്നെ നോക്കണം, ബാക്ക് ഫ്രണ്ടൊക്കെ നോക്കണം. എന്നിട്ട് ഇത് അങ്ങോട്ട് മടക്കി കൊടുക്കാം. ഒന്നുകൂടി ഒരു മടക്കം കൂടി മടക്കാം. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി അങ്ങോട്ടാണ്. ഞാൻ ഇപ്പോൾ സൈസിനെടുത്ത കാർഡ്ബോർഡ് അവിടെ വെറുതായിട്ട് ഗൈസ്, അത് കുഴപ്പമൊന്നുമില്ല. നമുക്കത് നിവർത്തി വെക്കുക. ഇതിൻ്റെ അടയാളം ഒക്കെ വീണുണ്ടാവും. എന്നിട്ട് നമ്മൾ ഒരു കത്രിക എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ഇത് വെട്ടണം നന്നായി ശ്രദ്ധിക്കാം. ഒരു തലക്കന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കറക്റ്റ് അടയാളത്തിൽ. നമുക്ക് എന്നിട്ട് ഒരു കള്ളി വെപ്പിടാം. ഇങ്ങനെ ഒരു കള്ളി മാത്രം വെട്ടരുത്. ഇങ്ങനെ 4 കള്ളിയാണ് ഉണ്ടാവുക. ഇതിൽ 3 കള്ളികൾ വെട്ടുക, ഒരു കള്ളി വെട്ടരുത്. അങ്ങനെയല്ല നമുക്ക് എല്ലാതും ചെയ്യാം. പിന്നെ നമുക്ക് വെട്ടുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിച്ചെങ്കിൽ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെ നമുക്ക് എല്ലാതും ഒന്ന് വെട്ടിയെടുക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തുടങ്ങി ഈ മേലെ നിന്ന് വെട്ടിയ പോലെ തന്നെ 3 എണ്ണം വെട്ടുക, ഒരെണ്ണം ഒഴിച്ചിടുക. അപ്പോൾ നമ്മളെല്ലാതും ഇങ്ങനെ വെട്ടിയെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് അമ്മ ഉണ്ടാവുക കേട്ടോ. അങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് പോലൊക്കെ ഉണ്ടാവും. ഇതാക്കി കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ആദ്യം ബാക്കിലേക്ക് മടക്കുക, പിന്നെ ഫ്രണ്ടിലേക്ക് മടക്കാം, പിന്നെ ബാക്കിലേക്ക് മടക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് പോർഷൻ വരില്ലേ നമ്മൾ ഒരെണ്ണം വെട്ടാണ്ട് കിടന്നത്, അതെത്തുമ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ ഉള്ളത് നമ്മൾ ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ ആയി കിട്ടും. എന്നിട്ട് പിന്നെ അത് ഇങ്ങോട്ട് മടക്കുക. എന്നിട്ടത് ബാക്കിലോട്ട് മടക്കാം. എന്നിട്ടത് ഫ്രണ്ടിലോട്ട് മടക്കാം. എന്നിട്ടത് വീണ്ടും നമ്മൾ താഴത്തോട്ട് മടക്കുക. പിന്നെ അത് ഇങ്ങോട്ട് പിന്നെ ബാക്കിലോട്ട് മടക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിലോട്ട് പിന്നെ ഫ്രണ്ടിലോട്ട്. അപ്പോൾ നമ്മളെല്ലാതും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറക്റ്റ് അളവിൽ ഒന്നങ്ങോട്ട് വെട്ടിയെടുക്കാം. അത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. നമുക്കിനി വെട്ടിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഇനി തുറക്കാം. അപ്പോൾ
തുറന്ന് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 പീസുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മേലോട്ട് നമ്മൾ കുറച്ച് പശ തേച്ച് കൊടുക്കാം. പശ തേക്കുമ്പോൾ ശ്രദ്ധിക്കണം, വരയുടെ മുകളിൽ തന്നെ തേക്കാൻ ശ്രമിക്കാം. അപ്പം നമ്മൾക്ക് ഇനി പശയൊക്കെ തേച്ചിട്ട് ഉണ്ട്. ഈ ബുക്കിൻ്റെ അടുത്ത പീസ് നമ്മൾ അതിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് പ്ലസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബുക്ക്